ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് പാർട്ട് 2 നമ്മുടെ രണ്ടാമത്തെ മൊഡ്യൂൾ തിയറി ഓഫ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ്, അതിൽ പാർട്ട് 2 ആണ് നിങ്ങൾക്ക് ഇനി എടുക്കാനുള്ളത്. അതിൽ ഞാൻ പറഞ്ഞു വെച്ചത് കുറച്ച് ഗവൺമെൻറ് സിസ്റ്റങ്ങളെ കുറിച്ചുള്ള ഇനി പറയാനുള്ളൂ. ഒന്ന് പാർലമെൻ്ററി ഗവൺമെൻറ്റും അതേപോലെ തന്നെ മറ്റൊന്ന് പ്രസിഡൻഷ്യൽ ഗവൺമെൻറ്. അതിൻ്റെ മെറിറ്റ്സും അതേപോലെ തന്നെ ഡിമെറിറ്റ്സും മാത്രമേ ഇനി പറയാനുള്ളൂ ഈ മൊഡ്യൂളിൽ. നമുക്ക് നോക്കാം, പെട്ടെന്ന് പാഠഭാഗത്തിലേക്ക് കിടക്കാം. ദ ഗവൺമെൻറ് ഹാവ് ബീൻ ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓൺ ദ റിലേഷൻഷിപ്പ് ഓഫ് ദ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേറ്റർ. നമുക്കറിയാം, ഗവൺമെൻറ് എന്നുള്ളത് ഈ ഒരു എക്സിക്യൂട്ടീവിൻ്റെയും ലെജിസ്ലേറ്ററിൻ്റെയും റിലേഷൻഷിപ്പിലുള്ള ഒരു ഗവൺമെൻറ്റാണ് പാർലമെൻ്ററി ഗവൺമെൻറ് എന്നുള്ളത്. ആ ഒരു ഗവൺമെൻറ്റാണ് ഈ ഒരു റിലേഷൻഷിപ്പുള്ള ഒരു ഗവൺമെൻറ്റിനാണ് ഈ പാർലമെൻ്ററി ഗവൺമെൻറ് എന്ന് പറയുന്നത്, പാർലമെൻ്ററി സിസ്റ്റം. ഓക്കെ, ദ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ഈസ് ഇമ്മീഡിയറ്റ്ലി റെസ്പോൺസിബിൾ ടു ദ പാർലമെൻറ്റ്. കാരണം പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്സ് അവർ എന്തായിരിക്കും, നമ്മുടെ ലെജിസ്ലേറ്ററുമായിട്ട് വളരെയധികം ബന്ധമുണ്ടായിരിക്കും എന്നുള്ളതാണ്. കാരണം ഈ എക്സിക്യൂട്ടീവ്, ഈ കാര്യനിർവഹണം ചെയ്യുന്ന ആളുകൾ തന്നെയാണ് അവിടെ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. അടുത്തത് പറയുകയാണെങ്കിൽ, ദർ എക്സിസ്റ്റ് ഡ്യുവൽ എക്സിക്യൂട്ടീവ് ഇൻ ദ പാർലമെൻറ്റ് സിസ്റ്റം, വൺ റിയൽ ആൻഡ് നോമിനൽ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഒന്നാമത്തെ മൊഡ്യൂളിലാണ് എനിക്ക് തോന്നുന്നത്. നമുക്കറിയാം, നോമിനൽ ആയിട്ടുള്ള എക്സിക്യൂട്ടീവ്സ് ഉണ്ട്, അതേപോലെ തന്നെ റിയൽ ആയിട്ടുള്ള എക്സിക്യൂട്ടീവ്സ് ഉണ്ട്. നമുക്ക് ഇവിടെ ഇതിൻ്റെ ഒരു എക്സിസ്റ്റ് എന്നുള്ളത് ഡ്യുവൽ എക്സിക്യൂട്ടീവ് ആണ്. കാരണം ഇവിടെ നമുക്കറിയാം, പാർലമെൻ്ററി സിസ്റ്റത്തിൽ അതിൽ നോമിനൽ എക്സിക്യൂട്ടീവ് എന്നത് നമ്മുടെ പ്രസിഡൻറ്റ്, നമ്മുടെ രാജ്യത്തിൻ്റെ പ്രസിഡൻ്റ് ആയിരിക്കും. അതേപോലെ തന്നെ റിയൽ എക്സിക്യൂട്ടീവ് എന്നുള്ളത് നമ്മുടെ പാർലമെൻ്ററിയിലുള്ള ചീഫ് മിനിസ്റ്റർ, നമ്മുടെ പ്രൈം മിനിസ്റ്ററും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റ്സ് അംഗങ്ങളുമാണ്. അതേപോലെ തന്നെ പാർലമെൻ്ററി ഫോം ഓഫ് ദി ഗവൺമെൻറ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ ക്ലോസ് റിലേഷൻഷിപ്പ് ഓഫ് ദ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേറ്റർ. പാർലമെൻ്ററി ഫോം ഓഫ് ദി ഗവൺമെൻറ് എന്നുള്ളത്, അതായത് പാർലമെൻ്ററി ഗവൺമെൻറ് എന്നുള്ളത് അതിൻ്റെ വലിയൊരു ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് എന്തായിരിക്കും, പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവും അതേപോലെ തന്നെ ലെജിസ്ലേറ്ററും തമ്മിൽ ക്ലോസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ട് എന്നാണ്. കാരണം ഇതിൽ രണ്ടിലും അവർ തന്നെയാണ് പങ്കാളികളാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ മറ്റുള്ള രാജ്യങ്ങളെ പോലെ, പ്രസിഡൻഷ്യൽ സമ്പ്രദായങ്ങളെ പോലെ സെപ്പറേഷൻ ഓഫ് ദി ആ ഒരു സെപ്പറേഷൻ ഓഫ് ദി പവർ ഇല്ല. കാരണം ഈ ഒരു സംവിധാനത്തിൽ നിയമങ്ങൾ ഉണ്ടാക്കുന്നതും അത് നിർവഹണം ചെയ്യുന്നതും ഒരേ ആളുകൾ തന്നെയാണ് എന്നതാണ്. അപ്പോൾ ഒരു ക്ലോസ് റിലേഷൻഷിപ്പ് ഇവിടെ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അടുത്തതായി പറയുകയാണെങ്കിൽ, മിനിസ്റ്റേഴ്സ് ആർ ചൂസൺ ഫ്രം ദ മെമ്പേഴ്സ് ഓഫ് ദ ലെജിസ്ലേറ്റർ ആൻഡ് ആർ റെസ്പോൺസിബിൾ ടു ദ ലെജിസ്ലേറ്റർ ഫോർ ഓൾ ദർ ആക്ട്സ് ഓഫ് ദ കമ്മീഷൻ ആൻഡ് ഒമിഷൻ. നമുക്കറിയാം, ഈ ഒരു സമ്പ്രദായം എന്നുള്ളത് മിനിസ്റ്റേഴ്സിനെ തിരഞ്ഞെടുക്കുന്നതിൽ നിന്നാണ്. ഈ മിനിസ്റ്റേഴ്സിന് പ്രൈം മിനിസ്റ്ററാണ് ഈ മിനിസ്റ്റേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത്. ആ മിനിസ്റ്റേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത് തന്നെ ഈ ഒരു ലെജിസ്ലേറ്ററിൽ നിന്നാണ്, ലെജിസ്ലേറ്റീവിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ അവരെന്തായിരിക്കണം, ഈ ഒരു കമ്മീഷനിലും അതേപോലെ തന്നെ ഇവിടെ ഒമിഷനിലും ഒക്കെ ക്ലോസ് ആയിട്ട് റെസ്പോൺസിബിൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പാർലമെൻ്ററി സിസ്റ്റത്തിൽ മിനിസ്റ്റേഴ്സൊക്കെ ഇവരെടുക്കുന്ന എല്ലാ കാര്യത്തിലും വളരെയധികം റെസ്പോൺസിബിൾ ആയിരിക്കും എന്നുള്ളതാണ്. മറ്റൊന്ന് വെച്ചാൽ, ഇവിടെയുള്ള ഒരു പ്രധാന പോയിന്റ് എന്ന് വെച്ചാൽ, പാർലമെൻ്ററി സിസ്റ്റവും പ്രസിഡൻഷ്യൽ സമ്പ്രദായം തമ്മിലുള്ള വ്യത്യാസം തന്നെ എന്താണെന്ന് വെച്ചാൽ, ഇവിടുത്തെ എക്സിക്യൂട്ടീവ് എന്നുള്ളതും ലെജിസ്ലേറ്റർ എന്നുള്ളതും ഒരേ കണ്ണികൾ തന്നെയാണ്. കാരണം എക്സിക്യൂട്ടീവിലുള്ള ആളുകൾ തന്നെയാണ് ലെജിസ്ലേറ്റീവിലുള്ളത്. അപ്പോൾ ഇവിടെ അവർ തമ്മിലുള്ള ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ളതാണ്. ഇനി ഞാൻ പ്രസിഡൻഷ്യൽ ഗവൺമെൻറ് വരുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നുള്ള വ്യത്യാസം പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ പാർലമെൻ്ററി ഫോം ഓഫ് ദി ഗവൺമെൻറ്റിൽ പറയാനുള്ളത്. ഇനി നമുക്കതിൻ്റെ മെറിറ്റ്സിലേക്കാണ് പോകുന്നത്. അതിനു മുമ്പ് നമ്മൾ ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഫീച്ചേഴ്സ് ഓഫ് ദി പാർലമെൻറ്റ് ഫോം ഓഫ് ദി ഗവൺമെൻറ്. അതിന് കുറച്ച് ഫീച്ചേഴ്സുകളുണ്ട്. എന്താണ് അതിൻ്റെ ഉപകാരങ്ങൾ എന്തെന്ന് നമുക്ക് ഒന്ന് ജസ്റ്റ് ഫീഡ് ചെയ്യേണ്ടതുണ്ട്. അത് നമ്മുടെ മെറിറ്റ്സ് പറയുന്നതിന് മുമ്പ് ഉള്ള ഒരു ഭാഗം തന്നെയാണ്. നമുക്കതിലേക്കൊന്ന് നോക്കാം. ഹെഡ് ഓഫ് സ്റ്റേറ്റ് എക്സൈസ് നോമിനൽ പവർ
ഇൻ പാർലമെൻ്ററി സിസ്റ്റം ദർ ആർ ടു എക്സിക്യൂട്ടീവ്, റിയൽ ആൻഡ് നോമിനൽ. നമുക്കറിയാം ഹെഡ് ഓഫ് സ്റ്റേറ്റ്, അത് സംഭവം എന്താ വെച്ചാൽ അതാണ് നമ്മുടെ നോമിനൽ പവർ എന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, നോമിനൽ പവർ എന്നാൽ എന്താണ്, ഹെഡ് ഓഫ് സ്റ്റേറ്റ് ആണ്. കാരണം പിന്നെ നമ്മുടെ പ്രസിഡൻ്റാണ് എന്ത്, ഹെഡ് ഓഫ് സ്റ്റേറ്റ് എന്നുള്ളത്. പാർലമെൻ്ററി സിസ്റ്റത്തിൽ ദർ ആർ ടു എക്സിക്യൂട്ടീവ്സ് ഞാൻ പറഞ്ഞു, അവിടെ അതായത് റിയലും നോമിനലും ഉണ്ടെന്ന് പറഞ്ഞു. ദ നോമിനൽ ഈസ് ഹെഡ് ഓഫ് സ്റ്റേറ്റ് ലൈക്ക് പ്രസിഡൻറ്റ് ഇൻ ഇന്ത്യ, ക്യൂൻ ഇൻ ബ്രിട്ടൻ. ഞാൻ പറഞ്ഞില്ലേ, അത് നോമിനൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ അത് ബ്രിട്ടനിലുള്ള അത് ക്യൂവിനെ പോലെയും അതേപോലെ തന്നെ ഇന്ത്യയിലുള്ള പ്രസിഡൻറ്റിനെ പോലെയുമാണ് ഈ ഒരു ഹെഡ് ഓഫ് സ്റ്റേറ്റ് എന്നുള്ളത്. ആൻഡ് ഹെഡ് ഓഫ് സ്റ്റേറ്റ് എൻജോയ് മെനി പവേഴ്സ് ബട്ട് ഇൻ പ്രാക്ടീസ് ഡസ് നോട്ട് യൂട്ടിലൈസ് ദീസ് പവേഴ്സ്. അതായത് ഇവർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഇവർ കുറേ പവേഴ്സിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. അതായത് ഇവർക്ക് കുറേ പവേഴ്സ് ഉണ്ട്, ഇവരുടെ കയ്യിൽ കുറേ പവേഴ്സ് ഉണ്ട്, പക്ഷേ ഇവർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ആ ഒരു പവേഴ്സിൽ പ്രാക്ടീസിലൂടെ യൂട്ടിലൈസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്. കാരണം ഒരു ലെജിസ്ലേറ്റർ, അതായത് ഒരു റിയൽ എക്സിക്യൂട്ടീവ്സിനെ നിയന്ത്രിക്കാൻ വളരെ വലിയ കഴിവുകളൊന്നും ആർക്കില്ല, ഈ ഒരു നോമിനൽ എക്സിക്യൂട്ടീവ്സിന് ഇല്ല എന്നർത്ഥം. their റിയൽ പവർ റെസ്റ്റ് വിത്ത് പ്രൈം മിനിസ്റ്റർ ആൻഡ് ഹിസ് ക്യാബിനറ്റ്. ഞാൻ പറഞ്ഞില്ലേ, റിയൽ പവർ എന്നുള്ളത് അത് നിലനിൽക്കുന്നത് ആരുടെ മേലിലാണ്, പ്രൈം മിനിസ്റ്റർ, ആ രാജ്യത്തിൻ്റെ പ്രൈം മിനിസ്റ്റേഴ്സിൻ്റെയും ആ രാജ്യത്തിൻ്റെ പ്രൈം മിനിസ്റ്ററുടെയും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിൻ്റെയുമാണ്. അവർക്കാണ് എന്തുള്ളത്, ഈ ഒരു ഈ ഒരു ഇതുള്ളത്, പവർ. ഞാൻ പോയിന്റ് ബേസ്ഡാണ് പറയുന്നത്. അതായത് ഹെഡ് ഓഫ് സ്റ്റേറ്റ് എക്സൈസ് നോമിനൽ പവേഴ്സ്. ഹെഡ് ഓഫ് സ്റ്റേറ്റ് എന്നുള്ളതാണ്, അവർ നോമിനൽ പവേഴ്സിനെ മാത്രമാണ് ചെയ്യുന്നത് എന്നുള്ള ഫസ്റ്റ് പോയിൻ്റിൻ്റെ കീഴിലുള്ള കീ പോയിന്റുകൾ, അതായത് സബ് പോയിന്റുകളാണ് ഞാൻ പറയുന്നത്. അതേപോലെ അതിൻ്റെ ലാസ്റ്റ് സബ് പോയിൻ്റാണ് പ്രൈം മിനിസ്റ്റർ ഈസ് ദ ഹെഡ് ഓഫ് ദ ഗവൺമെൻറ്. നമുക്കറിയാലോ, ഗവൺമെൻറ്റിൻ്റെ ഇതെന്താണ്, ഹെഡ് ആരാണ്, പ്രൈം മിനിസ്റ്ററാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്, ആകെ രണ്ട് രീതിയിലുള്ള എക്സിക്യൂട്ടീവുകളാണ് ഇതിലുള്ളത്, നമ്മുടെ പാർലമെൻ്ററി സിസ്റ്റത്തിലുള്ളത്. ഒന്നാമതുള്ള ഗവൺമെൻറ് എന്നുള്ളത് ഒന്നാമതുള്ള എക്സിക്യൂട്ടീവ് എന്നുള്ളത് അത് റിയൽ എന്നുള്ളതും മറ്റേത് നോമിനൽ എന്നുള്ളതും. മനസ്സിലാക്കേണ്ടതൊന്ന് മാത്രം, നോമിനൽ എന്ന് പറയുമ്പോൾ അവിടെ നാമമാത്രമായിട്ടുള്ളതും അതേപോലെ തന്നെ റിയൽ എന്ന് പറയുന്നത് അത് യാഥാർത്ഥ്യമായിട്ടുള്ളതുമാണ് എന്നുള്ളതാണ്. രണ്ടാമത് നോക്കുകയാണെങ്കിൽ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയാണ് എന്തുള്ളത്, ഈ ഒരു പാർലമെൻ്ററി ഗവൺമെൻറ്റിൻ്റെ ഫീച്ചേഴ്സിൽ പറയുന്നത്. ദ ക്യാബിനറ്റ് സിസ്റ്റം ഈസ് ബേസ്ഡ് ഓൺ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി. നമുക്കറിയാം, ക്യാബിനറ്റ് സിസ്റ്റം എന്നതാണ് കളക്റ്റീവ്, ഒരു കൂട്ടമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയാണ് എന്തുള്ളത്, ക്യാബിനറ്റ് സിസ്റ്റമിൽ. കാരണം എന്താണ്, അവർ ഒരു ടോക്ക് ഉണ്ട്, എന്താ വെച്ചാൽ സ്വിം ആൻഡ് സിങ്ക് ടുഗദർ. സ്വിം ആൻഡ് സിങ്ക് ടുഗദർ. അവർ നീന്തുന്നതും അതേപോലെ തന്നെ മുങ്ങുന്നതും ഒരേപോലെ. നമുക്കറിയാം, ഒരു സംഭവം ഏറ്റെടുത്ത് ചെയ്താൽ അത് നല്ല രീതിയിൽ പോകുമ്പോൾ നമ്മൾ നീന്തി കിടക്കും, പക്ഷേ അത് ഫാളായി കഴിഞ്ഞാൽ നമ്മൾ മുങ്ങിപ്പോകും. അപ്പം അവർ ഈ ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഉണ്ടായത് കാരണം, അതായത് കൂട്ടമായിട്ടുള്ള നമുക്ക് കൂട്ടമായിട്ടുള്ള ഒരു റെസ്പോൺസിബിൾ ഒരു എന്താ പറയുക, ഒരു കൂട്ടമായിട്ടുള്ള ഉത്തരവാദിത്വം ഉണ്ടാകുമ്പോൾ അതെന്തായിരിക്കും, അത് അവർ മൊത്തത്തിലായിരിക്കും ചെയ്യുക. അപ്പം അവർ വീഴുന്നതും അതേപോലെ തന്നെ അവർ വീഴാതെ പോകുന്നതും ഒരേപോലെ തന്നെയാണ്. അവർ ആരെങ്കിലും ഒരാൾ വീണ് പോയാൽ എന്തായിരിക്കും, മറ്റുള്ളവരും വീഴുമെന്നർത്ഥം. ഓക്കെ. Once a decision has been taken by the cabinet, it is then responsibility of ministers to support inside and outside the parliament. നമുക്കറിയാം, ഒരു ഡെസിഷൻ ഒരാളെടുത്താൽ അത് പാർലമെൻറ്റിൻ്റെ ഔട്ട്സൈഡിലും ഇൻസൈഡിലും സപ്പോർട്ട് ചെയ്യുന്നത്, പുറത്തും ബാഹ്യപരമായിട്ടും അതേപോലെ തന്നെ ആന്തരികപരമായിട്ടും അതിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് ആരാണ്, ഈ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് ആരാണ്, ഈ ഒരു മിനിസ്റ്റേഴ്സാണ് എന്നുള്ളതാണ്. അടുത്ത മൂന്നാമത്തെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി. നമുക്കറിയാം, ഇവരുടെ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമുക്കറിയാലോ, ഒരു മിനിസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ലെജിസ്ലേറ്റർ ആകുമ്പോൾ എന്താവും, ആ ലെജിസ്ലേറ്ററിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരാൾ തീരുമാനം എടുത്താൽ ആ തീരുമാനത്തെ അംഗീകരിക്കണം അദ്ദേഹം.
ഓക്കെ അല്ലേ? അതൊരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ആണല്ലോ. ഇപ്പോൾ ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ മിനിസ്റ്റേഴ്സ് ആർ ആൾസോ ഇൻഡിവിജ്വലി റെസ്പോൺസിബിൾ ടു ദ പാർലമെൻറ്റ് ഫോർ ദ കണ്ടക്ട് ഓഫ് ഹിസ് മിനിസ്ട്രി. അതായത് മിനിസ്റ്റേഴ്സ് എന്നുള്ളത് അവർ പിന്നെ നമ്മൾ സ്വന്തപരമായിട്ട്, അതായത് ഇൻഡിവിജ്വലി ഒരു ഉത്തരവാദിത്തമുണ്ട്, സ്വന്തം കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട്. പിന്നെ പാർലമെൻറ്റിൽ അവരുടെ മിനിസ്റ്ററി കണ്ടക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്തായിരിക്കണം, അവർക്ക് ഉള്ള റെസ്പോൺസിബിളാണ്. അതായത് പാർലമെൻറ്ററി ഫോർ ദ കണ്ടക്ട് ഓഫ് ഹിസ് മിനിസ്ട്രി. പാർലമെൻറ്റിൽ അവരുടെ മിനിസ്ട്രി, ഓരോരുത്തർക്കും ഓരോ മിനിസ്ട്രി ഉണ്ടാവുമല്ലോ. അപ്പം ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഗതാഗതപരമായിട്ടുള്ള മാർഗം ഇപ്പോൾ പിന്നെ നമുക്ക് ട്രെയിൻ പോലെയുള്ള, അതേപോലെ തന്നെ ആ ഒരു റെയിൽവേ പോലെയുള്ള മാർഗങ്ങളിൽ ഒരു മിനിസ്ട്രി ഉണ്ടാവുമല്ലോ. ആ റെയിൽവേ മിനിസ്ട്രിയുടെ കാര്യങ്ങളൊക്കെ ഇൻഡിവിജ്വലി റെസ്പോൺസിബിൾ ആണ് ആർക്ക്, റെയിൽവേ മിനിസ്റ്റേഴ്സിന്. മനസ്സിലായില്ലേ? അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്തൊരു സബ് പോയിൻ്റാണ് ഈ മിനിസ്റ്റർ ഈസ് ആൻസറബിൾ ടു ദ മെമ്പേഴ്സ് ഓഫ് ദ പാർലമെൻറ്റ് ഓൺ ദ മാറ്റേഴ്സ് റിഗാർഡിംഗ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ദ മിനിസ്റ്റർ ഹെഡ്. നമുക്കറിയാം ആ ഒരു മിനിസ്റ്ററിയെ സംബന്ധിച്ചുള്ള ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ റിഗാർഡ് ചെയ്യുന്ന അനുബന്ധിച്ചുള്ള മാറ്റേഴ്സ് വരുമ്പോൾ അതിന് ആൻസർ പറയേണ്ടത് ആരാണ്? ഈ മിനിസ്റ്ററാണ് എന്നുള്ളതാണ്. ഇൻ ഇന്ത്യ ബൈ ആക്ട് 75(3) ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ മിനിസ്റ്റേഴ്സ് ആർ റെസ്പോൺസിബിൾ ഓഫ് ദ പാർലമെൻറ്റ് ലോവർ ഹൗസ്. അതായത് നമുക്കറിയാം ലോവർ ഹൗസാണ് പാർലമെൻറ്റിലെ ഈ ലോവർ ഹൗസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ ലോക്സഭ. ഓക്കെ, അപ്പം ഈ ഒരു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 75 ആക്ട് പ്രകാരം, കോൺസ്റ്റിറ്റ്യൂഷനിലെ 75 ആക്ട് പ്രകാരം മിനിസ്റ്റേഴ്സ് എന്താണ്, പാർലമെൻറ്റിനോട് റെസ്പോൺസിബിൾ ആണ്, ഇൻഡിവിജ്വലി റെസ്പോൺസിബിൾ ആണ് എന്നാണ് ഇവർ, അതായത് സ്വയം ഉത്തരവാദിത്തമുള്ളവരാണ് എന്നുള്ളതാണ്. നാലാമത്തെ എന്താണ്, ക്ലിയർ ആൻഡ് സ്റ്റേബിൾ മെജോറിറ്റി. അതായത് ഒരു മെജോറിറ്റി ഉള്ള ടീമായിരിക്കും നമ്മുടെ ഈ സമ്പ്രദായത്തിൽ, അതായത് പാർലമെൻറ്റ് സിസ്റ്റത്തിൽ കയറി വരിക. മെജോറിറ്റി വേണം എന്തിനാണെങ്കിലും. നമുക്കറിയാലോ, വോട്ടിലാണെങ്കിലും മെജോറിറ്റി ഉള്ള ആളുകളാണ് എന്താകുക, ഈ ഒരു സിസ്റ്റത്തിലേക്ക് തിരഞ്ഞെടുക്കുക. നമുക്കറിയാം, ഇൻ ദ പാർലമെൻ്ററി സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ റൺ ബൈ ദ പാർട്ടി ദാറ്റ് ഗെറ്റ്സ് എ മെജോറിറ്റി ഇൻ ദ ലെജിസ്ലേറ്റർ. മനസ്സിലായില്ലേ? അത് ഇവരെന്തായിരിക്കും, പാർലമെൻ്ററി സിസ്റ്റത്തിൽ അഡ്മിനിസ്ട്രേഷൻ പോകുന്നത് ആ മെജോറിറ്റി കിട്ടുന്ന പാർട്ടി ആയിരിക്കും അത് ലെജിസ്ലേറ്ററിൽ ഭരിക്കണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഹെഡ് ഓഫ് സ്റ്റേറ്റ് ഇൻവൈറ്റ്സ് ദ ലീഡേഴ്സ് ഓഫ് ദ മെജോറിറ്റി പാർട്ടി ഇൻ ദ ലെജിസ്ലേറ്റർ ടു ബിക്കം ദ പ്രൈം മിനിസ്റ്റർ ആൻഡ് ഫോം ഓഫ് ഗവൺമെൻറ്. അതായത് നമ്മുടെ ഹെഡ് ഓഫ് സ്റ്റേറ്റ് എന്നുള്ള ആൾ, അതായത് നമ്മുടെ പ്രസിഡൻ്റ് എന്നുള്ളത് ഇൻവൈറ്റ് ദ ലീഡേഴ്സ് ഓഫ് ദ മെജോറിറ്റി, ആ ഒരു മെജോറിറ്റി പാർട്ടിയുള്ള ആ ഒരു ലീഡറിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. എന്നിട്ട് ലെജിസ്ലേറ്ററിനെ അദ്ദേഹത്തെ പ്രൈം മിനിസ്റ്ററായിട്ട് ആക്കിയിട്ട് അവിടെ ഒരു ഗവൺമെൻറ് ഫോം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി ഈ പ്രൈം മിനിസ്റ്റർ എന്താവുന്നു, മിനിസ്റ്റേഴ്സിനെ അതായത് പ്രൈം മിനിസ്റ്റർ സെലക്ട് ഹിസ് മിനിസ്റ്റേഴ്സ് ആൻഡ് ദേ അപ്പോയിൻറ്റ് ബൈ ദ ഹെഡ് ഓഫ് സ്റ്റേറ്റ്. ഹെഡ് ഓഫ് സ്റ്റേറ്റ് ആണ് എല്ലാവരും അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത്. കാരണം നമുക്ക് അറിയാലോ, സത്യപ്രതിജ്ഞ ചൊല്ലി കൊടുക്കുന്നത് അവരുടെ ഹെഡ് ഓഫ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ തന്നെ പ്രൈം മിനിസ്റ്ററാണ് ആരെ സെലക്ട് ചെയ്യുന്നത്, മറ്റുള്ള മിനിസ്റ്റേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇത്രയാണ് ഫീച്ചേഴ്സ്, അതായത് നമ്മുടെ പാർലമെൻ്ററി സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സ് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ എടുക്കുന്ന ഭാഗമാണ് മെറിറ്റ്സ് ഓഫ് ദി പാർലമെൻ്ററി സിസ്റ്റമാണ്. പാർലമെൻ്ററി സിസ്റ്റത്തിൻ്റെ പാർലമെൻ്ററി ഗവൺമെൻറ് ഓഫ് ദി ഫോമിൻ്റെ ആ ഒരു മെറിറ്റ്സ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇൻ ദ ക്യാബിനറ്റ് സിസ്റ്റം ദ എക്സിക്യൂട്ടീവ്സ് ആൻഡ് ലെജിസ്ലേറ്റീവ് ആർ യൂണിറ്റ്. നമുക്കറിയാലോ, ഈ ഒരു എക്സിക്യൂട്ടീവ്സ് എന്നുള്ളതും ലെജിസ്ലേറ്റർ എന്നുള്ളതാണ് ഐക്യമാണ്. കാരണം ഈ ഐക്യത്തിന് കാരണം എന്നുള്ളത് തന്നെ മിനിസ്റ്റേഴ്സ് എന്നുള്ളത് അവർ എക്സിക്യൂട്ടീവിൻ്റെ ഹെഡാണ്, അതേപോലെ തന്നെ മെമ്പേഴ്സ് ഓഫ് ദി ലെജിസ്ലേറ്ററാണ്. അപ്പോൾ അവരുടെ ഒരു ഐക്യം ഉണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, രണ്ടാമത് നോക്കുകയാണെങ്കിൽ സോവറിനിറ്റി ഓഫ് ദി പീപ്പിൾ, നമ്മുടെ ജനങ്ങൾക്കുള്ള പരമാധികാരമാണ്. അതായത് ബിക്കോസ് എ കാൻഡിഡേറ്റ്, നമുക്കറിയാം ഈ ഒരു പരമാധികാരം പറയുമ്പോൾ ഒരു കാൻഡിഡേറ്റ് എന്തായിരിക്കും, റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ പീപ്പിൾ ആയിരിക്കും. ഒരു കാൻഡിഡേറ്റ് എന്നുള്ളത് അനേകം ജനങ്ങളുടെ ഒരു പ്രതിനിധിയായിരിക്കും. അതുകൊണ്ട് തന്നെ അത് എന്തായിരിക്കും, അവരിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യും. കാരണം
അവരിലേക്ക് റിഫ്ലക്റ്റും ചെയ്യും, റിലേറ്റഡ് ആയിരിക്കും, അവരോട് റിലേറ്റഡ് ആയിരിക്കും. കാരണം ഇനിയൊരു പാർലമെൻ്ററി തിരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ മെജോറിറ്റി കിട്ടണമെങ്കിൽ എന്തായിരിക്കും, ഇവരെ ഈ ഒരു പീപ്പിൾസിനെ മറന്നുകൊണ്ട് അവരെന്ത് ചെയ്യാൻ പറ്റില്ല, കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഇവിടെ എന്തുണ്ട്, അവർക്കൊരു പരമാധികാരം ഉണ്ട് എന്നുള്ളതാണ്. കാരണം ജനങ്ങളാണ് ഇവരെ ജയിപ്പിച്ച് വിടുന്നത്, മെജോറിറ്റി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ റിലേറ്റഡ് ആയിട്ട് ഈ ഒരു കാൻഡിഡേറ്റ് കാണുന്നു എന്നുള്ളതാണ്. മൂന്നാമത് നോക്കുകയാണെങ്കിൽ പാർലമെൻ്ററി സിസ്റ്റം ഈസ് വെരി സിമ്പിൾ. ഇറ്റ് ക്യാൻ ചേഞ്ച് ദ മിനിസ്റ്റേഴ്സ് ഓഫ് ദ പാർലമെൻറ്റ്. അതായത് പാർലമെൻ്ററി സിസ്റ്റം എന്നുള്ളത് എന്താണ്, മിനിസ്റ്റേഴ്സിനെ ചേഞ്ച് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അടുത്ത് നോക്കുകയാണെങ്കിൽ ഇൻ ദ പാർലമെൻ്ററി സിസ്റ്റം ദ ഓപ്പോസിഷൻ വിൽ ഇവാലുവേറ്റ് ദ ഗവൺമെൻറ്, സോ ദേ ഡു വെരി ക്ലിയർലി ആൻഡ് പെർഫെക്റ്റ്ലി. നമ്മുടെ ഈ ഒരു പാർലമെൻ്ററി സിസ്റ്റത്തിൽ എന്തുണ്ട്, ഇവിടെ ഒരു ഗവൺമെൻറ് ഉണ്ട്, അതേപോലെ തന്നെ അതിനൊരു ഓപ്പോസിഷൻ ഗവൺമെൻറ് ഉണ്ട്. ആ ഓപ്പോസിറ്റ് ഗവൺമെൻറ് അതെന്തായിരിക്കും, ഈ ഒരു ഗവൺമെൻറ്റിനെ ഇവാലുവേറ്റ് ചെയ്യും. ആ ഇവാലുവേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്തായിരിക്കും, അവർ ക്ലിയറും അതേപോലെ തന്നെ എഫക്റ്റീവ്ലി ആയിട്ടും എഫിഷ്യൻസി ആയിട്ടും അതേപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ടും എന്തായിരിക്കും ജോലി ചെയ്യാൻ ഉതകും എന്നുള്ളത്. കാരണം മലയാളത്തിൽ പറയുകയാണെങ്കിൽ അവർ നല്ല രീതിയിൽ അവരുടെ വളരെ താത്വികമായിട്ട് പറഞ്ഞാൽ അങ്ങനെയൊന്നും പറയണ്ട, വളരെ നല്ല രീതിയിൽ പണിയെടുക്കും എന്നുള്ളതാണ്. ഇനി ഏതൊരു കാര്യത്തിനും ഉണ്ടാവും മെറിറ്റ്സ് ഉണ്ടായാൽ അതിന് ഡിമെറിറ്റ്സ് ഉറപ്പാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ പാർലമെൻ്ററി സിസ്റ്റത്തിൻ്റെ ഡിമെറിറ്റ്സ് നോക്കുകയാണെങ്കിൽ ദ ക്യാബിനറ്റ് സിസ്റ്റം നോട്ട് അഗ്രി സെപ്പറേഷൻ ഓഫ് ദ പവർ, സോ ലെജിസ്ലേറ്റർ ക്യാൻ എക്സിക്യൂട്ടീവ് ആ സെയിം. കാരണം എന്താണ്, ഈ ക്യാബിനറ്റ് സിസ്റ്റം പറയുന്നത് തന്നെ പാർലമെൻ്ററി സിസ്റ്റം എന്തുണ്ട് ചെയ്യുന്നില്ല, ഈ സെപ്പറേഷൻ ഓഫ് നമ്മൾ ഡോക്ട്രിൻ ഓഫ് സെപ്പറേഷൻ പവർ ആണല്ലേ, സെപ്പറേഷൻ പവർ, അതായത് പവർ വിഭജിക്കുക, അങ്ങനെ ഒരു തത്വം ഉണ്ടായിരുന്നു. ആ ഒരു തത്വം ഇവിടെ സാധ്യമാവില്ല. കാരണം ലെജിസ്ലേറ്ററും അതേപോലെ തന്നെ നിയമനിർമ്മാണ സഭയും അതേപോലെ തന്നെ കാര്യനിർവഹണ സഭയും എന്താണ് സെയിം ആണ് എന്നുള്ളതാണ്. ക്യാബിനറ്റ് സിസ്റ്റം ഈസ് നോട്ട് സ്റ്റേബിൾ. ക്യാബിനറ്റ് സിസ്റ്റം എന്നുള്ളത് അസ്ഥിരമായിട്ടുള്ളതല്ല. നമുക്ക് പ്രസിഡൻഷ്യൽ സിസ്റ്റം എന്നുള്ളത് സ്റ്റേബിളാണ്. കാരണം അത് സ്ഥിരതയുണ്ട് അതിന്. ക്യാബിനറ്റ് സിസ്റ്റം സ്ഥിരതയില്ല. കാരണം വെൻ എ കാൻഡിഡേറ്റ്സ് ഷാർപ്പൻ ദാറ്റ് ടൈം ദ ക്യാബിനറ്റ് വിൽ ഡൗൺ. കാരണം ഈ ഒരു സ്ഥിരതയില്ല എന്ന് പറയാൻ കാരണം ഒരു കാൻഡിഡേറ്റ്, ഒരു മിനിസ്റ്റർ എന്തായാൽ അദ്ദേഹം കൂറുമാറിപ്പോയാൽ ഇവിടെ അവരുടെ ഗവൺമെൻറ് എന്തായാലും ആ ക്യാബിനറ്റ് ഡൗൺ ആവും, ഇല്ലാതെയാവുന്നതാണ്. അപ്പോൾ ഒരു സ്റ്റേബിൾ അല്ല, ഒരു അസ്ഥിരമാണെന്ന് പറയില്ല, അതാണ്. ദ ക്യാബിനറ്റ് സിസ്റ്റം ഡിവൈഡഡ് ടു ക്യാമ്പസ്. 2 ക്യാമ്പസ് ഉണ്ട് ഇൻ ദ ക്യാബിനറ്റ് സിസ്റ്റത്തിലേക്ക്. കാരണം രണ്ട് ക്യാമ്പ്സാണ്. ആ 2 ക്യാമ്പ്സ് എന്ന് പറയുമ്പോൾ ഒന്ന് ഓപ്പോസിഷനും മറ്റൊന്ന് ഗവൺമെൻറ്. അതായത് എന്താണ് നമ്മുടെ പ്രതിപക്ഷവും അതേപോലെ തന്നെ ഭരണപക്ഷവും. ഓക്കെ, പ്രതിപക്ഷവും ഭരണപക്ഷവും. അതേപോലെ തന്നെ ദ ക്യാബിനറ്റ് സിസ്റ്റം നോട്ട് എഫിഷ്യൻസി because head of executives are ministers and they never got experience. അപ്പോൾ ഹെഡ് ഓഫ് എക്സിക്യൂട്ടീവ് എന്നുള്ളത് എന്താ, മിനിസ്റ്റേഴ്സ് ആണല്ലോ. ഓരോ എക്സിക്യൂട്ടീവിൻ്റെ ഹെഡ് മിനിസ്റ്റേഴ്സ് ആണല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ ഒരു എഫിഷ്യൻസി ആയിട്ടുള്ള എക്സിക്യൂട്ടീവ് സിസ്റ്റം കിട്ടുന്നില്ല. കാരണം ഇവരൊന്നും എക്സ്പീരിയൻസ്ഡ് അല്ല, മിനിസ്റ്റേഴ്സൊന്നും എക്സ്പീരിയൻസ്ഡ് അല്ല. അപ്പം ഈ മിനിസ്റ്റേഴ്സൊക്കെ ഇങ്ങനെ ചെയ്താൽ അതിൽ വളരെ വലിയ അപാകതകൾ സംഭവിക്കാം എന്നുള്ളതാണ്. അപ്പം അതാണ് ഈ ഒരു ഡിമെറിറ്റ്സിൽ പറയുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ, പ്രസിഡൻഷ്യൽ സിസ്റ്റം ഓഫ് ദി ഗവൺമെൻറ് അല്ലേ. നമ്മൾ അമേരിക്ക അല്ലേ, ഫസ്റ്റ് ചിന്തയിൽ വരുന്നത് അമേരിക്കയാണല്ലോ. പ്രസിഡൻഷ്യൽ സമ്പ്രദായം കുറേ ഉണ്ട്. ദ പ്രസിഡൻഷ്യൽ സിസ്റ്റം ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ദ സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രസിഡൻഷ്യൽ സിസ്റ്റം എന്നുള്ളത് അത് ബേസ്ഡ് പ്രിൻസിപ്പിൾ ഓഫ് ദ സെപ്പറേഷൻ ആണ്. കാരണം അവിടെ എക്സിക്യൂട്ടീവ് വേറെ, ലെജിസ്ലേറ്റർ വേറെ. അവിടെ ലെജിസ്ലേറ്റർ എന്ന് പറയുമ്പോൾ കോൺഗ്രസ് അല്ലേ, അത് വേറെ ആയിരിക്കും. ഇനി അടുത്തത് ഇൻഡിപെൻഡൻസ് ഓഫ് ദ ലെജിസ്ലേറ്റീവ് ആൻഡ് എക്സിക്യൂട്ടീവ് പവേഴ്സ് ഈസ് ദ സ്പെസിഫിക് ക്വാളിറ്റി ഓഫ് ദ പ്രസിഡൻഷ്യൽ ഗവൺമെൻറ്. അതൊരു ഒരു ക്വാളിറ്റി തന്നെയാണ്. ഒരു സ്വതന്ത്രപരമായിട്ടുള്ള നിയമനിർമ്മാണവും
കാര്യനിർവഹണവും അവർ തമ്മിൽ എന്തില്ല, ബന്ധമില്ല എന്നുള്ളതാണ്. എക്സിക്യൂട്ടീവ് ഈസ് നോട്ട് റെസ്പോൺസിബിൾ ടു ലെജിസ്ലേറ്റർ. കാരണം എന്താ, നമ്മുടെ കാര്യനിർവഹണ വിഭാഗം ഒരിക്കലും ഈ ഒരു നിയമനിർവഹണ വിഭാഗവുമായിട്ട് എന്തില്ല, ബന്ധമില്ല. അതുകൊണ്ട് അവർക്ക് എന്തില്ല, ഉത്തരവാദിത്തമില്ല, റെസ്പോൺസിബിൾ ഇല്ല. അതേപോലെ തന്നെ അടുത്ത പ്രസിഡൻസി ഈസ് ഡയറക്ട്ലി ഇലക്റ്റഡ് ബൈ ദ പീപ്പിൾ. ഇനിയിപ്പോൾ നമ്മൾ പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിലൊരു പ്രസിഡൻ്റാണ് ഉണ്ടാവുമല്ലോ. അമേരിക്കയിലേക്ക് നോക്കുമ്പോൾ ട്രംപ് എങ്ങനെ തിരഞ്ഞെടുത്ത്, അത് ഇലക്റ്റഡ് ബൈ പീപ്പിൾസ് ആണ്. ആൻഡ് ഹി എൻജോയ് ഹിസ് പവർ, ഈ ഫിക്സഡ് ആണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ എന്താ, അദ്ദേഹത്തിൻ്റെ പവർ എന്താവുന്നു, അദ്ദേഹത്തിൻ്റെ അധികാരങ്ങൾ ഊന്നുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ പ്രസിഡൻറ്റ് ക്യാൻ ബി റിമൂവ്ഡ് ഓൺലി ദ വേ ഓഫ് ഇംപ്ലീച്ച്മെൻറ്റ്. നമുക്കറിയാം ഈ പ്രസിഡൻറ്റിനെ ഒഴിവാക്കുന്ന ഒരു രീതി എന്നുള്ളത്, പ്രസിഡൻസി സമ്പ്രദായത്തിൽ പ്രസിഡൻറ്റിനെ ഒഴിവാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇംപ്ലീച്ച്മെൻറ്റ് സിസ്റ്റമാണ്. ആ ഇംപ്ലീച്ച്മെൻറ്റ് സിസ്റ്റം എന്നുള്ളത് തന്നെ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റേജസ് ആണ് ഇംപ്ലീച്ച്മെൻറ്റ് സിസ്റ്റം. ദർ ഇസ് നോ നോമിനൽ എക്സിക്യൂട്ടീവ്. നമുക്കറിയാം പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തെ പോലെ പാർലമെൻ്ററി സമ്പ്രദായത്തെ പോലെ പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിൽ എന്തില്ല, നോമിനൽ എക്സിക്യൂട്ടീവ്. അവിടെ ആകെ ഒരു എക്സിക്യൂട്ടീവ് ഉള്ളൂ, അത് പ്രസിഡൻറ്റ്, റിയൽ എക്സിക്യൂട്ടീവ്. ഓക്കെ, ദ പ്രസിഡൻറ്റ് ഹിസ് മിനിസ്റ്റേഴ്സ് നോട്ട് ലെജിസ്ലേറ്റീവ് ആൻഡ് ടേക്കൻ എ പാർട്ട് ഓഫ് ഇൻ ദ പ്രൊസീജിയേഴ്സ്. നമുക്കറിയാം ഈ ഒരു പ്രസിഡൻ്റ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മിനിസ്റ്റേഴ്സും ലെജിസ്ലേറ്റീവിൽ ഇരിക്കൂല. അവർ ലെജിസ്ലേറ്റീവ് ഇരിക്കേണ്ട ആവശ്യമില്ല. മിനിസ്റ്റേഴ്സ് ആർ റെസ്പോൺസിബിൾ ടു ദ പ്രസിഡൻറ്റ് ഫോർ ഓൾ ദെയർ ആക്ഷൻ. അറിയാം മിനിസ്റ്റേഴ്സ്, ഇനി അടുത്ത പോയിന്റ് പറയുമ്പോൾ അടുത്ത പോയിന്റ് കൂട്ടി വായിക്കാൻ അറിയാം. ദ മിനിസ്റ്റേഴ്സ് ഈസ് ദ പ്രസിഡൻറ്റ് സിസ്റ്റം ആർ നോട്ട് കോളീഗ്സ് ഓൺ ദ പ്രസിഡൻറ്റ്, റാദർ ദേ ആർ സബോർഡിനേറ്റ് ഓഫീസേഴ്സ് ഓഫ് ദ പ്രസിഡൻറ്റ്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മുകളിലത്തെ പോയിന്റ് മനസ്സിലാകുന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ മിനിസ്റ്റേഴ്സ് എന്നുള്ളത്, ഇവിടുത്തെ മന്ത്രിമാരെന്നുള്ളത് എന്താണ്, പ്രസിഡൻറ്റിൻ്റെ എല്ലാ കാര്യങ്ങളെ തൊട്ടും എല്ലാ കാര്യത്തെ തൊട്ടും ഉത്തരവാദിത്തമുള്ള ആളായിരിക്കണം. കാരണം ഇവിടെ മിനിസ്റ്റേഴ്സ് എന്നുള്ളത് എന്തല്ല, ഒരു കൊളീഗ്സ് അല്ല, അവരുടെ കൂട്ടായിടുന്ന് പ്രവർത്തിക്കുന്ന ആളല്ല. കാരണം ഇവിടുത്തെ മിനിസ്റ്റേഴ്സ് എന്നുള്ളത് ഈ പ്രസിഡൻറ്റ് തിരഞ്ഞെടുക്കുന്നതാണ്. ഈ ഒരു കുറച്ചൊക്കെ ഈ ഭരണപരമായിട്ട് കുറച്ചൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെയാണ് മിനിസ്റ്റേഴ്സായി തിരഞ്ഞെടുക്കുക. ഇവരുടെ സബോർഡിനൻ്റ് ഓഫീസേഴ്സാണ്, അതായത് ഈ പ്രസിഡൻറ്റിൽ നിന്ന് താഴ്ന്ന ഓഫീസേഴ്സാണ്. അപ്പോൾ ഒരു കൊളീഗ്സ് അല്ല. അപ്പം ഇവർ നിർബന്ധമായിട്ട് എന്താണ്, ഈ ഒരു സമ്പ്രദായത്തിൽ എന്താണ്, സബോർഡിനൻസ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് റെസ്പോൺസിബിൾ കൂടുതലാണെന്ന്. ഓക്കെ, ഇനി നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ US-ലേക്ക് നമ്മളൊക്കെ നോക്കിയാൽ അവിടെ ചില പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ടല്ലോ. ഇങ്ങനെ ഈ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് വരുമ്പോൾ ചില പ്രശ്നങ്ങൾ വരുമല്ലോ. ഓരോരുത്തർക്ക് ഓരോ പരമമായിട്ടുള്ള അധികാരം ഓരോ ഓർഗൻസിന് കൊടുത്താൽ അവിടെ കുറേ പ്രശ്നങ്ങളുണ്ടാവും. കാരണം അവിടെ ചിലപ്പോൾ കുറേ ത്രെഡ്സ് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. ആ ത്രെഡ്സുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ചെക്ക് ആൻഡ് ബാലൻസസ് എന്നുള്ള US-ൽ ഒരു സിസ്റ്റം ഉണ്ട്. Check and balance have been make the powers limited, controlled and diffused. അത് ലിമിറ്റ് ചെയ്യാൻ വേണ്ടി, പവർ ലിമിറ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡിഫ്യൂസ് ചെയ്യില്ല, ബോംബൊക്കെ ഡിഫ്യൂസ് ചെയ്യാനായിട്ടില്ലേ, അതിനു വേണ്ടിയിട്ടാണ് ഈ ചെക്ക് ആൻഡ് ബാലൻസസ് എന്നുള്ളത്. ഇറ്റ് മീൻസ് ദ ഇൻഡിപെൻഡൻസ് ഓഫ് ദ 3 organs ഓഫ് ദി ഗവൺമെൻറ് ആർ നോട്ട് അബ്സല്യൂട്ട്. നമുക്ക് അബ്സല്യൂട്ട്ലി യഥാർത്ഥപരമായിട്ട് അവർക്ക് എന്തില്ലാന്ന് അറിയിക്കാനാണ്, അബ്സല്യൂട്ട്ലി അവർക്ക് സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ഇല്ലയെന്ന് അറിയിക്കാൻ. കാരണം ഇവർ മൂന്നും എന്താണ്, ഏകമാണ് എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ബാഹ്യമായിട്ട് നമുക്ക് തോന്നില്ല, പക്ഷെ ആന്തരികപരമായിട്ട് അവരെ ഏകീകരിക്കുന്ന ഒരു സംവിധാനമാണിത്. A kinds of independence and interrelationship exist among these organs of the government. ഉണ്ടോ, അവർ തമ്മിൽ എന്തുണ്ട്, ഇൻ്റർ റിലേഷൻഷിപ്പും അതേപോലെ തന്നെ ഡിപ്പെൻഡൻസും ഉണ്ട് എന്നാണ്. അവർ തമ്മിലൊരു ഡിപ്പെൻഡൻ്റ്, ഇൻ്റർ റിലേഷൻഷിപ്പ് ഉണ്ട്, ഒരു ബന്ധം ആ 3 ഓർഗൻസും തമ്മിലുണ്ട് എന്ന്. അതാണ് ഇത്. നോക്കാം, ദർ ആർ ആൾസോ സർട്ടൻ ലിമിറ്റേഷൻ ഇസ് പവേഴ്സ്. നമുക്കറിയാം ഈ ഒരു പ്രസിഡൻറ്റിന് കുറച്ച് ലിമിറ്റേഴ്സ് ഉണ്ട്, ഈ പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിൽ തന്നെ. അതിൽ നോക്കുകയാണെങ്കിൽ പ്രസിഡൻറ്റ് ഡസ് നോട്ട് ഹാവ് ദ അതോറിറ്റി ടു ഡിസോൾവ് ദ കോൺഗ്രസ്. ഒരു കോൺഗ്രസ്സിനെ ഡിസോൾവ് ചെയ്യാനുള്ള ഒരു അതോറിറ്റി ഒന്നുമില്ല, ഒരു അധികാരം ഒന്നും ആർക്കില്ല ഈ ഒരു പ്രസിഡൻറ്റ്. കോൺഗ്രസ് എന്ന് പറയുമ്പോൾ ലെജിസ്ലേറ്റീവ്.
അധികാരം ഈ പ്രസിഡൻറ്റിനില്ല. ദ പ്രസിഡൻറ്റ് ക്യാൻറ്റ് ഇനീഷ്യേറ്റ് എനി ബിൽ ഡയറക്റ്റ്ലി ഇൻ ദ കോൺഗ്രസ്സിൽ, അതായത് ഈ ഒരു ലെജിസ്ലേറ്റീവ് നിയമനിർമ്മാണ സഭയാണ് കോൺഗ്രസ്. ആ കോൺഗ്രസ്സിൽ എന്തുണ്ടാക്കാൻ പറ്റില്ല, ഒരു ബില്ല് അവതരിപ്പിക്കാൻ പോലും പ്രസിഡൻറ്റിന് അധികാരമില്ല. പ്രസിഡൻറ്റ് ക്യാൻ ഓൺലി സെൻഡ് മെസ്സേജ് ഫ്രം ടൈം ടു കോൺഗ്രസ്. പ്രസിഡൻറ്റിന് ആകെ എപ്പോഴും പോയിട്ടൊന്നും മെസ്സേജ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു ടൈമിൽ മാത്രമേ ഉള്ളൂ, ടൈം ടു ടൈമിൽ മാത്രമേ മെസ്സേജ് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു കോൺഗ്രസ്സിലേക്ക്. ഓക്കെ, ഈ ഒരു ലിമിറ്റേഷനൊക്കെ ഉണ്ട്. എന്ത് നേരെ കയറി ചെന്നൊന്നും ചെയ്യാൻ പറ്റില്ല, കുറച്ച് ലിമിറ്റേഷനും എന്തുണ്ട് ഈ ഒരു പ്രസിഡൻറ്റിനുണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്ക് മെറിറ്റ്സിലേക്ക് വരാം. മെറിറ്റ്സ് ഓഫ് ദി പ്രസിഡൻഷ്യൽ സിസ്റ്റം അല്ലേ. അവിടെ എന്താണ്, സ്റ്റേബിലിറ്റി ഓഫ് ദി ഗവൺമെൻറ് ആണ്. നമുക്കറിയാം ഈ ഞാൻ പാർലമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഡിമെറിറ്റ്സ് പറഞ്ഞപ്പോൾ എന്താണ്, അവിടെ സ്റ്റേബിൾ അല്ല എന്നാണ് പറയാം. നോട്ട് സ്റ്റേബിൾ, സ്ഥിരതയില്ല, അസ്ഥിരമാണ്. ഇതൊരു സ്ഥിരതയുള്ള ഗവൺമെൻറ്റാണ്. ഇവിടെ ആര് പിന്നെ കൂറുമാറിയാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ പ്രസിഡൻറ്റ് തന്നെ കൊണ്ടുപോകും. പ്രസിഡൻറ്റിന് ആവശ്യമുണ്ടെങ്കിൽ മിനിസ്റ്റേഴ്സിനെ മാറ്റിക്കൊണ്ടേയിരിക്കും. മിനിസ്റ്റേഴ്സ് എത്ര എങ്ങാനുണ്ട് ഇവിടെ. അങ്ങനെ കൂറുമാറ്റമല്ലല്ലോ, ഭൂരിപക്ഷം വേണ്ടല്ലോ, മെജോറിറ്റി വേണം ഇലക്ഷന്. ഓക്കെ, ഇവിടെ ഈ ഒരു സമ്പ്രദായത്തിന് മറ്റേ മെജോറിറ്റി വേണ്ട, ഈ ഇത്ര അംഗങ്ങൾ വേണമെന്ന് വേണ്ട. പ്രസിഡൻഷ്യൽ സിസ്റ്റം ഈസ് സ്യൂട്ടബിൾ ഫോം ഓഫ് ഡീലിംഗ് വിത്ത് എമർജൻസി സിറ്റുവേഷൻ, യൂണിറ്റി ഓഫ് ദ കൺട്രോൾ, ക്വിക്ക്നെസ് ഇൻ ദ ഡിസിഷൻ. നമുക്കറിയാം പ്രസിഡൻഷ്യൽ സിസ്റ്റം എന്നുള്ളത് പിന്നെ ഈ ഒരു അടിയന്തരമായിട്ടുള്ള അവസ്ഥകൾ, അടിയന്തരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ആ സിറ്റുവേഷനിലേക്ക് കൺട്രോൾ ചെയ്യാനും അതേപോലെ തന്നെ പിന്നെ പെട്ടെന്നുള്ള തീരുമാനങ്ങൾക്ക് എടുക്കാൻ നല്ലതാണ്. കാരണം പാർലമെൻ്ററി സിസ്റ്റത്തെ പോലെ കുറേ ലാഗായിട്ട് ഡിസ്കഷൻ ചെയ്തിട്ടൊന്നല്ല എടുക്കുക. അത് പെട്ടെന്ന് ചട്ടപ്പട്ട ആയിരിക്കും. കാരണം അദ്ദേഹത്തിന് മാത്രം തീരുമാനിച്ചാൽ മതി, അത്രേ ഉള്ളൂ. മൂന്നാമത്തേത് എഫിഷ്യൻസി ഓഫ് ദ എക്സിക്യൂട്ടീവ്സ്. ദേ ആർ നോട്ട് കോൺസെൻട്രേറ്റ് ഓഫ് ദ ലെജിസ്ലേറ്റീവിൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്യാത്തത് കൊണ്ട് എക്സിക്യൂട്ടീവിന് എന്തുണ്ട്, അവരെ പിന്നെ അവരുടെ പിന്നെ കുറച്ച് അവരുടെ എക്സിക്യൂട്ടീവ് കാര്യനിർവഹണം നല്ല രീതിയിൽ കാര്യനിർവഹിക്കാം എന്നുള്ളതാണ്. ദ എക്സിക്യൂട്ടീവ്സ് ആർ ഇലക്റ്റഡ് ബൈ ദ പീപ്പിൾ. എക്സിക്യൂട്ടീവ്സ് എന്നിങ്ങനെയാണ്, അവർ ഇലക്റ്റഡ് ബൈ ദ പീപ്പിൾ ഇൻ ദ പ്രസിഡൻറ്റ് സിസ്റ്റത്തിൽ എക്സിക്യൂട്ടീവ് ഇലക്റ്റഡ് ആണ്. ആൻഡ് ദ മിനിസ്റ്റേഴ്സ് ആർ സെലക്റ്റഡ് ബൈ ഹിസ് എക്സ്പീരിയൻസ് ഓഫ് ദ അഡ്മിനിസ്ട്രേഷൻ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ പിന്നെ എക്സ്പീരിയൻസ് നോക്കിയിട്ടാണ് എന്ത് ഈ ഒരു മിനിസ്റ്റേഴ്സിനെ പ്രസിഡൻറ്റ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഇത്രയാണ് ഈ ഒരു മെറിറ്റ്സ് പറയുന്നത്. ഇനി ഞാൻ പറയുന്നത് പോലെ തന്നെ എല്ലാത്തിനും ഡിമെറിറ്റ്സ് ഉണ്ടാവുമല്ലോ. ഡിമെറിറ്റ്സ് പറയുകയാണെങ്കിൽ ദ പ്രസിഡൻഷ്യൽ സിസ്റ്റം ഈസ് ബേസ്ഡ് ഓൺ ദ സെപ്പറേഷൻ ഓഫ് പവേഴ്സ്, സോ ഇറ്റ് ബിക്കം വൺ ഹൈ എക്സ്പെൻഡിച്ചറാണ്, കുറച്ച് എക്സ്പെൻഡിച്ചറാണ്. അത് നമ്മൾ ആദ്യത്തെ പാഠത്തിൽ തന്നെ പറയാം. ദ എക്സിക്യൂട്ടീവ് ഹാവ് നോട്ട് പെർമിഷൻ ഫോർ ഇനീഷ്യേറ്റീവ്. ഇവിടെ ഒരു എക്സിക്യൂട്ടീവിന് ഒരു ബില്ല് പോലും അവതരിപ്പിക്കാനുള്ള പെർമിഷൻ ഇല്ല. അതൊക്കെ പറയുമ്പോൾ എന്താണ്, ഇതിൻ്റെ ഒരു ഡിമെറിറ്റ്സ് ആയിട്ട് തന്നെ എണ്ണണം. പിന്നെ കുറേ ഡിമെറിറ്റ്സ് പറയുന്നുണ്ട്, നിങ്ങൾ പിന്നെ ബുക്കിൽ നോക്കിയാൽ മതി, കുറേ ഡിമെറിറ്റ്സ് പറയുന്നുണ്ട്. നമ്മൾ ഡിമെറിറ്റ്സ് ഒരു 3-4 പഠിച്ച് വെച്ചാൽ മതി ഡിമെറിറ്റ്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ പാഠഭാഗം. ഇത് വളരെ ക്ലിയറായിട്ട് പിന്നെ മൈന്യൂട്ടായിട്ട് നോട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പിന്നെ പരീക്ഷ വരുമ്പോൾ ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, എനിവേ താങ്ക്സ്. അപ്പോൾ ഇതോടെ നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ അവസാനിച്ചിരിക്കുകയാണ്.